ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, പഴയ കാർഡ്ബോർഡ് ബോക്സസ് യൂസ് ചെയ്ത് കുട്ടികളുടെ ടോയ് ഓർഗനൈസർ ഉണ്ടാക്കുന്നത്. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ആ വീഡിയോ ഇഷ്ടമായെന്നറിഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമായിട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാർഡ്ബോർഡ് റീയൂസിങ് ഐഡിയാസ് തന്നെയായിട്ടാണ്. വീട്ടിലേക്ക് പലപ്പോഴായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കാർഡ്ബോർഡ്സ് ഇല്ലേ, അതൊന്നും ഞാൻ പൊതുവെ അങ്ങനെ വെറുതെ വിടാറില്ല കേട്ടോ. ചിലതൊക്കെ യൂസ് ആകും, ചിലതാകില്ല. അങ്ങനെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഐഡിയാസ് ആട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കാർഡ്ബോർഡ്സ് ഒക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ വാർഡ്രോബില്ലേ, കബോർഡ്, ഒരു ചെലവുമില്ലാതെ ക്ലട്ടർ ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. നോക്കിയാലോ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഷർട്ടും ടീഷർട്ടും വാങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്തല്ലേ കിട്ടാറ്. നമുക്കതുപോലെ വീട്ടിലും ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് കിട്ടാറുണ്ടല്ലേ, ടീഷർട്ട് ഫോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെയൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് മടക്കിയെടുക്കാൻ പറ്റും. നല്ല വൃത്തിയിൽ ഷർട്ടോ ടീഷർട്ടോ നമ്മളൊന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ആ മടക്കിയെടുത്ത ആ ഷർട്ടിൻ്റെ അല്ലെങ്കിൽ ടീഷർട്ടിൻ്റെ അതേ വലുപ്പത്തിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്യണം. ഒരെണ്ണം പോരാ, അതേപോലുള്ള 2 എണ്ണം വേണം കേട്ടോ, മുകളിലും താഴെയും. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ രണ്ടും സെയിം സൈസ് ആയിരിക്കണം. നമ്മൾ ഫോൾഡ് ചെയ്ത ഷർട്ടിൻ്റെ ടീഷർട്ടിൻ്റെ സെയിം വലുപ്പമായിരിക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് സൈഡിലേക്ക് നീളത്തിലുള്ള 2 പീസസ് കൂടിയിട്ടാണ്. അപ്പോൾ ഇത്രയും നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേ വീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 എണ്ണം സെയിം വീതിയിലുള്ള 2 എണ്ണം നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പീസസ് എല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ പണി തീർന്നു. ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആ ടീഷർട്ടിൻ്റെ വലുപ്പത്തിലുള്ള 2 പീസസ് കട്ട് ചെയ്തല്ലോ മുകളിലും താഴേക്കുമായിട്ട്, അത് രണ്ടും സെല്ലോ ടേപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അടുത്തതായിട്ട് സൈഡിലെ പീസസ് കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സൈഡിലെ പീസസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നേരെ പകുതി വരെ മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ബാക്കി ഭാഗം അങ്ങനെ തന്നെ വിട്ടോ, ഒരു കുഴപ്പമില്ല. സെല്ലോ ടേപ്പും കുറച്ച് കാർഡ്ബോർഡ് പീസസും കൊണ്ട് ഒരു അടിപൊളി ടീഷർട്ട് ഫോൾഡർ റെഡിയായി കിട്ടി. നമുക്ക് വീട്ടിൽ തന്നെ ഇനി ഒരേ സൈസിൽ വൃത്തിയായിട്ട് നമ്മളുടെയോ ഹസ്ബൻഡിൻ്റെയോ കുട്ടികളുടെയോ ഒക്കെ ഷർട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവരുടെ ഷർട്ടിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത ഐഡിയ എങ്ങനെ കാർഡ്ബോർഡ് കൊണ്ട് ഈസി ആയിട്ട് ഒരു ഷർട്ട് സ്റ്റാക്കർ ഉണ്ടാക്കാമെന്നാ കേട്ടോ. അതുണ്ടാക്കാനായിട്ട് ഇത്ര ഒരു കാർഡ്ബോർഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. കാരണം നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങിയാലും കോമൺ ആയിട്ട് നമുക്ക് ഇത്ര ഒരു കാർഡ്ബോർഡിലായിരിക്കില്ലേ കിട്ടാറുള്ളത്. അതായത് വീതി വലിയതായിട്ട് ഉണ്ടാവില്ല, എന്നാൽ ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൽ നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കുകയാണെങ്കിൽ അതിന് വലിയ യൂസ് ഇല്ല അല്ലേ. കാരണം അടിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള എല്ലാം പിന്നെ നമ്മൾ വലിച്ചു വാരിയിടേണ്ടി വരില്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഐഡിയ ആണ് ഈ മുകളിലെ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കാർഡ്ബോർഡിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതോടുകൂടി നമ്മുടെ പണി കഴിഞ്ഞു. ആമസോണിലൊക്കെ നല്ല അടിപൊളി വില കൊടുത്താൽ വാങ്ങേണ്ട സാധനം കേട്ടോ. നമ്മൾ വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒപ്പിച്ചെടുത്തത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കബോർഡിൻ്റെ അതേ കളറിലുള്ളൊരു വാൾപേപ്പർ കൂടി ഒട്ടിച്ചു കൊടുത്താൽ നമ്മളുടെ ഷർട്ട് സ്റ്റാക്കർ നല്ല കിഡ് ലുക്കിലെത്തും. പിന്നെ ഈസി അല്ലേ, എത്ര ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് അടുക്കി വെക്കാനും പറ്റും, അത് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. വെളിയിൽ നോക്കുമ്പോൾ ഏത് ഡിസൈനിലെ ഡ്രസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്നും കാണാൻ പറ്റും, പെട്ടെന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കാനും പറ്റും. എന്നാൽ മറ്റുള്ള ഡ്രസ്സുകളൊന്നും അലങ്കോലാവുകയില്ല, കാരണം സൈഡ് നല്ല സെക്യൂർ ആയിട്ടിരിക്കുകയല്ലേ. എങ്ങനെയുണ്ട് ഐഡിയ? ഇനി അടുത്ത ഐഡിയക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കാർഡ്ബോർഡാണ്. മിക്കവാറും കുട്ടികളുടെ ടോയ്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടാറില്ലേ, നല്ല നീളം ഉണ്ടാവും, പക്ഷെ വിട്ട് അധികം കാണുകയില്ല. അപ്പോൾ ടോയ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അപ്പാട്ട് തന്നെ അത് വേസ്റ്റിൽ കൊണ്ട് കളയല്ലേ. കാരണം ഇതിനകത്ത് ഇപ്പോൾ എന്ത് സ്റ്റോർ ചെയ്യാനാ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഗേൾസ് അല്ലെങ്കിൽ ലേഡീസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസർ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് ഒന്ന് വാൾപേപ്പർ കൊണ്ട് നന്നായി കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഡേ ടു ഡേ ലൈഫിൽ
നമ്മളുടെ വലിയ തലവേദനയല്ലേ നമ്മളുടെ ബോട്ടംസ് എങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന്. ലെഗിങ്സ്, ജീൻസ്, ചുരിദാർ ബോട്ടംസ് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ് ഓർഗനൈസർ നമുക്ക് സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള നീളമുള്ളൊരു കാർഡ്ബോർഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് ശരിക്കും യൂസ്ഫുൾ ആവുന്നത് എന്നെ പോലെ കുറച്ച് കിളി പോയ ആൾക്കാർക്കാട്ടോ. വേറൊന്നുമല്ല, എവിടെയെങ്കിലും പോകാൻ സമയമാകുമ്പോഴേക്കും സോക്സിൻ്റെ ജോഡി അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഈ സോക്സിനും ഇന്നർവെയർസിനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് മെഡിസിൻ്റെ കുറച്ച് കവറുകൾ വേണം. പൊതുവേ നമ്മൾ വൈറ്റമിൻസിൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പാരസെറ്റമോൾ ഡ്രോപ്സോ ഒക്കെ വാങ്ങുമ്പോൾ ആ ബോട്ടിൽ ഒരു കവർ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ സൈസ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരേപോലെ സൈസുള്ള കുറച്ച് കവറുകൾ എടുത്ത് മാറ്റി വെക്കണം. പിന്നീട് അതൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ കാർഡ്ബോർഡ് കൂടി. അതിപ്പം ഏത് ടൈപ്പ് വേണമെങ്കിലും ആവാട്ടോ. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ബോക്സാണ്, അത് ഒരു ടോയുടെ തന്നെ കവറാട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് സംഭവമാണെങ്കിലും കുഴപ്പമില്ല. നമ്മളുടെ ആ ഒരു മെഡിസിൻ്റെ കവേഴ്സ് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് വെക്കുമ്പോൾ അത് ഫിറ്റായി കിട്ടണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ബോക്സ് എടുക്കുമ്പോൾ നമ്മൾ നേരെ അതിനെ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 പാർട്ടാക്കി കിട്ടുമല്ലോ. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുത്ത ആ മെഡിസിൻ്റെ കവേഴ്സ് ഉണ്ടല്ലോ, ഇതിനകത്ത് അടുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുന്ന ആ തരത്തിലുള്ളൊരു ബോക്സ് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അങ്ങനെ എടുത്ത് ഈ കവറുകളെല്ലാം നന്നായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഓർഗനൈസർ സെറ്റാവും. അങ്ങനെ അറ്റം അണ്ണീവനായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ടയൊക്കെ ചെയ്ത് മാറ്റി എല്ലാം കറക്റ്റ് ലെവലിലാക്കി ഒരു വാൾപേപ്പർ കൂടി ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ സോക്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഓർഗനൈസർ കിട്ടി. ബാക്കി കുറച്ച് കാർഡ്ബോർഡ്സ് ഇരിപ്പുണ്ടായിരുന്നില്ലേ, അതൊക്കെ അതിൻ്റെ സൈസിനനുസരിച്ച് ഞാൻ ഷേപ്പ് മാറ്റിയെടുത്തു കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റിന് ബിൽറ്റ് ഇൻ വാർഡ്രോബാണ് ഉള്ളത്. നല്ല ഹൈറ്റ് ഉണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നതിന് വലിയ തട്ടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ അല്ലാത്ത രീതിയിൽ മടക്കി വെക്കുകയാണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. പക്ഷെ ഇതേ രീതിയിൽ നമ്മൾ എല്ലാം ഡ്രസ്സ് അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ സ്ഥാനത്ത് ഇരിക്കുകയും ചെയ്യും, നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ തുണിയൊക്കെ കഴുകി ഉണങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് മടക്കി വെക്കാനായിട്ടും എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ എൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്ന്? സിമ്പിളായിട്ട് ഒരു പണച്ചെലവും ഇല്ലാതെ തന്നെ നമ്മുടെ വാർഡ്രോബ് നമുക്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും. എങ്ങനെ? ഒരു യൂസും ഇല്ല എന്ന് കരുതി നമ്മൾ കളയാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കാർഡ്ബോർഡ്സ് കൊണ്ട്. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ കുറച്ച് എഫേർട്ട് എടുക്കണം, അത്ര പോലും വേണ്ട. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഓർഗനൈസിങ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീണ്ടും വന്നേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.